എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FC-യെ 2-0 എന്ന സ്കോർ ലൈനിൽ പരാജയപ്പെടുത്തിയിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം, മത്സരത്തിൻ്റെ പകുതിയിൽ വെച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ വിപിൻ മോഹനൻ പരിക്കേറ്റ് പുറത്തു പോകുന്നത് നമ്മൾ കണ്ടതായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വോക്കോമനോവിക്ക് വിപിൻ മോഹനൻ്റെ ഇഞ്ചുറിയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: വിപിൻ ഊന്നുവടിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഭാഗ്യവശാൽ എല്ലുകൾക്കൊന്നും പൊട്ടലില്ല, പക്ഷേ കാലുകൾക്ക് വീക്കമുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 ദിവസം താരത്തിന് റെസ്റ്റ് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടുള്ള മത്സരത്തിൽ താരത്തിന് ഇറങ്ങാൻ സാധിക്കില്ല. ഇവാൻ വോക്കോമനോവിക്ക് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. എന്തായാലും വിപിനെ പോലെ ഒരു താരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കളിക്കില്ല എന്ന് പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിന് സങ്കടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് റോസ്റ്റിൻ ഗ്രിഫിറ്റ്സിനെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മുംബൈ സിറ്റി FC-യുടെ താരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FC-യുമായിട്ടുള്ള ആദ്യ മത്സരത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ താരമാണ് റോസ്റ്റിൻ ഗ്രിഫിറ്റ്സ്. ഇതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊച്ചിയിൽ നിങ്ങൾക്ക് നരകം തീർക്കുമെന്ന്. ഇതിന് മറുപടിയായിട്ട് ഗ്രിഫിറ്റ്സ് പറഞ്ഞത്, നിങ്ങളുടെ നരകത്തിലേക്ക് വരാൻ ഞാൻ തയ്യാറാണ്, നിങ്ങളുടെ നരകം അവിടെ ചൂടാക്കി വെച്ചോളൂ എന്നതാണ്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഒരു 10 മിനിറ്റ് പോലും ഗ്രിഫിറ്റ്സിന് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ സാധിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് താരം ക്വാമി പെപ്രയുടെ ഒറ്റ ടേണിൽ തന്നെ ഗ്രിഫിറ്റ്സ് ഇഞ്ചേർഡായി. അതിനുശേഷം താരത്തെ മുംബൈ സിറ്റി FC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം ചില വാക്കുകളുമായിട്ട് ഗ്രിഫിറ്റ്സ് വീണ്ടും എത്തിയിരിക്കുകയാണ്. നമുക്കതൊന്ന് നോക്കാം. ഗ്രിഫിറ്റ്സിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ന് രാത്രി പ്ലാൻ ചെയ്തതുപോലെയൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് ആരാധകരുമായുള്ള ആശയവിനിമയം ഇഷ്ടമാണ്. ഒരുപാട് രസകരമായ സന്ദേശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഞാനത് വായിക്കുന്നതാണ്. മൊത്തത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അഭിനന്ദനങ്ങൾ. എന്തായാലും ഞങ്ങൾ വീണ്ടും ശക്തരായി തന്നെ മടങ്ങി വരും. ഇത്രയുമാണ് റോസ്റ്റിൻ ഗ്രിഫിറ്റ്സ് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിന് ശേഷം പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.